സ്വിമ്മിങ്ങിലോട്ട് പോവുകയാണ്. 2 മാസമായി മഴയൊന്നും ഇല്ല, പക്ഷെ ഇന്നും പോകുമ്പോ നല്ല മഴ. പിന്നെ എക്സാംസ് കാര്യങ്ങളും നല്ല തണുപ്പുണ്ട്. ഇവിടെ സ്നോർക്ലിങ്ങിന്റെ ഈ സാധനം സ്വിമ്മി ചെയ്യാൻ മറന്നിട്ടുണ്ടാവോ? നോക്കാം. അപ്പൊ ഡാഡി വെയിറ്റ് ചെയ്യാണ്. ഡാഡി ഇറങ്ങുന്നുണ്ടോന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അത്യാവശ്യം നല്ലൊരു ചാറ്റലുണ്ട്. ഇനി പൂളിൽ ഇറങ്ങുമ്പോ എന്താന്ന് അറിയില്ല. ആഫ്റ്റർ എ ലോങ് ടൈം ഗൈസ്, അങ്ങനെ നമ്മൾ സ്വിമ്മിങ്ങിന് പോവാണ്. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഡൈവിങ്, ബാക്ക് എന്താണ് കൃഷ്ണ? ബ്ലാക്ക് അല്ല, ബാക്ക് ഫ്ലോട്ടിങ്. യെസ്, അതെ, ബ്ലാക്ക് ബാക്ക് സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പോലീസ് ക്യാമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ പൂളെല്ലാം കാര്യങ്ങള്. കുറേ മാസങ്ങൾക്ക് ശേഷം ക്യാപ്പെല്ലാം ഇട്ട് നമ്മളിന്ന് പൂളിലോട്ട് ചാടാൻ പോവുകയാണ്. ഹാപ്പിയസ്റ്റ് ഡേ എവർ. അദ്ദിക്കുട്ടൻ്റെ എവിടെ? അദ്ദിക്കുട്ടൻ നോക്കട്ടെ, മൊത്തത്തിൽ വലിച്ച് ചെവിയിലിട്ടോ കേട്ടോ. ഓക്കെ, സെറ്റാ. അദ്ദിക്കുട്ട, നീ കിറ്റ് എടുക്കുന്നില്ലേ? ഡാഡിന്റെ ബാഗ് എടുത്തോ. അല്ല, അത് ഡാഡിനോട് ചോദിച്ചിട്ട് എടുത്താൽ മതി. കുഞ്ഞിറങ്ങിക്ക. അങ്ങനെ സമ്മർ ക്ലാസ് കഴിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു സെൻട്രലിലെ ആ ഒരു ഡിവൈഡർ സാധനം അയച്ചിട്ടുണ്ട്. 2 പേർക്കും എടാ ഒന്ന് റിലാക്സ് ആയിട്ട് സ്വിം ചെയ്താൽ മതി. അദ്ദിക്കുട്ടൻ മെല്ലെ ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങാൻ നോക്കാട്ടോ. തണുപ്പ് ചെറുതായിട്ടുണ്ട്, ഇപ്പം മഴ. ഓക്കെ, സ്വിമ്മിങ് ചെയ്യരുത് കേട്ടോ. ഇപ്പൊ ടീയനെ പോലെ ചെയ്യൂ. ഗോഗിൾസ് അതാ നിന്റെ കഴുത്തിൽ തന്നെ ഉണ്ടടാ. നിന്റെ കഴുത്തിൽ തന്നെ ഉണ്ടടാ. അയ്യോ, അതാ ടീയനെ പോലെ ചെയ്യൂ ചിക്കു. ഓരോന്ന് അത് കഴിഞ്ഞിട്ട് സ്വിം ചെയ്താൽ മതി. കുറേ മാസങ്ങൾക്ക് ശേഷം 2 പേരും സ്വിം ചെയ്യാണ്. ഉറപ്പില്ല ഏതുവരെ പോകാൻ പറ്റുമെന്ന്. എക്സാംസും ക്ലാസ്സും ഒക്കെ തുടങ്ങിയത് കൊണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുമോയെന്നറിയില്ല, ആളെത്തി. 2 പേരും നോക്കി. ഈ ഒരു മൊമെന്റില് അദ്ദിക്കുട്ടൻ കുട്ടിയെ ക്രോസ് ചെയ്തു. എടാ ടീയ ഒറ്റ സ്ട്രെച്ചില് വന്നടാ. അദ്ദിക്കുട്ടൻ പിന്നെ ഓൾറെഡി വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അദ്ദിക്കുട്ടൻ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇതേ വീണ്ടും പോവാട്ടോ. അദ്ദിക്കുട്ടൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നോക്കി, ടീക്കുട്ടി ആ സൈഡിൽ നിന്ന് 2-3 പ്രാവശ്യമായിട്ടോ ഒറ്റയ്ക്ക് സ്വിം ചെയ്ത് വരുന്നത്. ഇവിടെ സ്നോർക്ലിങ്ങിൻ്റെ ഒരു സാധനം ഉപയോഗിച്ച് അദ്ദിക്കുട്ടൻ ശരിക്കും കുറച്ച് ഡെപ്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. എന്താണ് ഒരു കിതപ്പ്? ഇവിടെ നോക്കി അദ്ദിക്കുട്ടൻ പോകുന്നത് എത്ര സ്ലോ ആയിട്ടാണ്. ടീയ റെഡി ആയടാ. കുറച്ച് ആഴമുള്ളതാട്ടോ. അവിടെ അത്യാവശ്യം ഒരു 1.5 മാസം നമ്മൾ സ്കിപ്പ് ചെയ്തല്ല, വരാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ നല്ല ആഴാട്ടോ, നല്ല ആഴാണ്. പക്ഷേ ഒരു ചെറിയൊരു സപ്പോർട്ടിൽ അദ്ദിക്കുട്ടൻ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. എത്തി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പൂളിൽ ആഴമുള്ളത്. റെഡി തങ്കമ്മേ? തങ്കം സെറ്റ്. എങ്ങനെയാന്ന് മനസ്സിലാക്കി വെക്കൂട്ടോ, പിന്നെ മമ്മയോട് ചോദിക്കരുതേ. ഓക്കെ, പൊസിഷൻ കറക്റ്റ് അല്ലേ മാം? എൻ്റെ കാല് ബാക്കിൽ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പൊങ്ങണേ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കാല് നന്നായി പൊങ്ങുന്നുണ്ട് കേട്ടോ. അദ്ദിക്കുട്ടനൊന്ന് ട്രൈ ചെയ്യുമന്ന. വരൂ. അപ്പ് ചെയ്തിട്ട് ട്രൈ ചെയ്തേ. അദ്ദിക്കുട്ടനൊന്ന് ട്രൈ ചെയ്യൂ. വരൂ, വേഗം വരൂ. ബെൻഡിങ്. അവന്റെ കൈ ശരിയല്ല, പ്രോപ്പർ അല്ല, കൈ ശരിയല്ല. കൈ
ഒരു വിധം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടില്ലേ എത്തിക്കൂട്ടാ. ടീ ഒന്ന് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഉള്ളിൽ പോകില്ലേ മാം? ശരിക്കും ഉള്ളിലോട്ട് പോകില്ലേ? വെള്ളത്തിന്റെ ഉള്ളിലോട്ട് പോകില്ലേ? ആ ഒരു പുഷ് കിട്ടും. ഓക്കെ ഓക്കെ, ടീ ഒന്ന് ചെയ്ത് നോക്ക്. ആ വരട്ടെ, കുറച്ച് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും എന്നാ. ഓക്കെ ആ ഓക്കെ റെഡി. ആ ഓക്കെ, പക്ഷെ ഇതെന്താണ് അത് അവിടെ തന്നെ. ഓക്കെ ആദ്യക്കൂട്ടൻ. ആ കൈ 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 അങ്ങനെയല്ല എടാ, കൈ കൈ കറക്റ്റാക്കി കൊടുക്കൂ. ആ യെസ് 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 കൈ. ആ യെസ് യെസ് അദ്വിക്. കുറച്ചുകൂടെ ഒരു പുഷിൽ വരാം കേട്ടോ. ഡൈവിങ് പ്രാക്ടീസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ? ഇല്ല ശരിയാവും. അങ്ങനെ ഒരു സ്മൂത്തിൽ ചെയ്യൂ. ആ എന്നിട്ട് അങ്ങനെ ഉള്ളിലോട്ട് പോട്ടെ, കുറച്ചുകൂടെ ഫ്രണ്ടിൽ. ഓക്കെ ആ ആ കുറച്ചുകൂടെ കാല് ഫ്രണ്ടിൽ പോ. ആ ഓക്കെ. കുട്ടൻ അത്യാവശ്യം ഫുൾ ടൈമായിട്ട്, അതായത് ഈ പൂളിൻ്റെ ആ ഭാഗത്ത് തൊട്ടിട്ട് ഈ ഭാഗം വരെ വന്നിട്ടുണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോച്ചിക്കൂ. അത് കേൾക്കില്ല കേട്ടോ. അങ്ങനെ വന്ന് ഇവിടെ നിന്ന് തിരിച്ചു വീണ്ടും പോവാട്ടോ. ആള് അടിപൊളിയായി എക്സ്പേർട്ടായി. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യൽ വേണം, ഇല്ലെങ്കിൽ ബ്രീത്ത് ഒന്നും എടുക്കാൻ കിട്ടില്ല. പക്ഷെ അത് അവന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്വിം ചെയ്യാം കേട്ടോ. അടിപൊളി. അങ്ങനെ ചെയ്യണ്ട, ടീ പറഞ്ഞ പോലെ കേൾക്കൂ. ആ ആ ഓക്കെ. ചിക്കൂര് അങ്ങനെ എത്തിയിട്ടില്ല കേട്ടോ. ആ ചാടിക്കോ ചാടിക്കോ. കൈയാണ് ആദ്യം. ഇത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സാരില്ല, അത് മെല്ലെ പഠിച്ചാൽ മതിയല്ലോ, ധൃതി വെക്കരുത്. എന്നിട്ട് ടീ ഒന്ന് ചാടിയേ. ചാടടാ, ഇവള അതിലും ഇത്. ഓക്കെ റെഡി സെറ്റ് ഗോ. റെഡി സെറ്റ് ഗോ. അങ്ങനെ ചാടി ചാടി പഠിക്കാം. ചാടുന്നതല്ല. ആ ഇത് 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 പഠിപ്പിച്ചു കൊടുക്കാതെ ഫണ്ടിന് ചെയ്യാം കേട്ടോ അതിക്കുട്ടൻ. എന്താ ഇതിങ്ങനെ ചാടിയിട്ട് നിമിഷാരുടെ ഡ്രസ്സ് വരെ നനച്ചു. ഇങ്ങനെയാണല്ലോ ഡൈവിങ് ചെയ്യുക. സ്വിമ്മിങ് അവൻ കുറച്ചിതാക്കി, പക്ഷേ ഇപ്രാവശ്യം ചെറിയൊരു രീതിയിൽ. ആ ഓക്കെ ഇങ്ങനെ വെച്ച് ചെയ്. ആ ഓക്കെ അതിക്കുട്ടൻ ചെയ്തേ നോക്കട്ടെ. ആ അതിക്കുട്ടൻ പലതരം എന്താണ് കേട്ടോ, തിരിച്ച് സ്വിം ചെയ്യാണ്. അത്യാവശ്യം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. സാധനം മാറ്റി വയ്ക്കും. ഓക്കെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്താൽ മതി. 2 1 ഗോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 60. കറക്റ്റ് 1 മിനിറ്റ്. അദ്വിക്കുട്ട നോക്കട്ടെ. ചിക്കു അദ്വിക്കുട്ടൻ 1 മിനിറ്റ്. തീക്കുട്ടി 53 സെക്കൻഡ്സ് അല്ലേ? അല്ല 50 സംതിങ്. സൈഡോട്ട് പോവാട്ടോ. അതേ അവിടെ നിന്ന് ഇവിടെ എന്തോ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പം സ്വിമ്മിങ് ക്ലാസ്സിലൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. ഡൈവൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ നിന്നും അധികം ചെയ്യാൻ നോക്കരുതേ, തല അടിച്ചു വീഴും. ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഓക്കെ ടീക്കുട്ടി ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ദേ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ ക്ലാസ് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. മഴയത്ത് ആരെങ്കിലും സ്വിം ചെയ്തിട്ടുണ്ടോ? മഴയത്ത് നല്ല മഴയുണ്ട് കേട്ടോ.
മഴയത്ത് സ്വിം ചെയ്യാൻ നിമിഷം എൻ്റെ ഫോണെല്ലാം നനഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്ക് ഫ്ലോട്ട് ഒന്ന് ട്രൈ ചെയ്യാണ്. മെല്ലെ കിട്ടും. അതിൻ്റെ ഇടയിൽ അദ്ദിക്കുട്ടൻ ക്രോസ് ചെയ്താൽ പ്രശ്നം കണ്ടോ. അദ്ദിക്കുട്ടൻ അവൻ്റെ മേലെ ടീയുടെ കോൺസെൻട്രേഷൻ കളയാൻ നിൽക്കുന്ന ആളാണ് അദ്ദിക്കുട്ടൻ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് രണ്ടുപേരും വഴക്കൂടെ ഉള്ളതാ. അദ്ദിക്കുട്ട, ഒരാൾ സ്വിം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറരുത് കേട്ടോ. നിങ്ങൾ ഈ ആരും സ്പ്ലാഷ് ചെയ്തിട്ടില്ല, ടീയെ സ്പ്ലാഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദിക്കുട്ട തിരിച്ച് സ്പ്ലാഷ് ചെയ്തത്. അത് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഒന്നും കൂടെ. കേടൻ ചിക്കുവാണ് കേട്ടോ ഗൈസ്. കണ്ടോ, കേടൻ ചിക്കുന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അദ്വിക്കുട്ടനാ കേട്ടോ. അദ്വിക്കിനെ പേടിച്ചിട്ട് അങ്ങോട്ട് പോവാട്ടോ. പക്ഷെ അദ്വിക്ക് വിടുന്നില്ല, അടുത്തന്നെ വരുന്നുണ്ട്. ടീ അവിടെ നിന്ന് ഒരു പുതിയ മെത്തേഡിൽ സ്വിം ചെയ്യാൻ നോക്കുകയാണ്, അത് പരാജയപ്പെട്ടു. ഓക്കെ അദ്വിക്, ഞാൻ ബാക്ക് ചെയ്യടാ. നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഡൈവിങ്ങിലോട് കൂടി നമ്മൾ എൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി ഓണം വെക്കേഷന് വരാം, എക്സാംസ് ഒക്കെ സ്റ്റാർട്ടായി. ഓക്കെ ടിയ, ബൈ.